അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നല്ല സുഖമായിരിക്കില്ലേ? നമുക്കും നല്ല സുഖം, അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു വെജിറ്റബിൾ കുറുമയും ഒരു സ്പെഷ്യൽ ദോശയും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അനിയത്തി ഇന്ന് ഫ്രൈഡേ ആയിട്ട് അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോ ഇതിൽ സാധാരണ പോലെ തന്നെ എല്ലാ വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള 2-3 ദിവസത്തെ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എങ്ങനെ ഇത് നമ്മളെല്ലാവരും സൺഡേ ഫാമിലി എല്ലാവരും ഒന്ന് ഒത്തുകൂടിയതാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒന്നിച്ച് നിൽക്കും, എന്നിട്ട് രാത്രി എന്തെങ്കിലും ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരും. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ എന്താണ് നമ്മൾ പച്ചക്കറിയില്ലേ, പച്ചക്കറിൻ്റെ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാത്രിയെ ഈ മറ്റേ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒന്ന് കറി വെക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അതിന് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ടിട്ട് അതിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി, ഒരു നുള്ള്. പെട്ടെന്ന് അത് സോക്കായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിത് രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലിട്ട് കൊടുക്കുക. കുക്കറിലിട്ടാൽ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി കുക്കറില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. പിന്നെ കുക്കറിൽ കഴുകിയ അനാവശ്യമായ വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറി കട്ട് ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളടുത്ത് ഉള്ള പച്ചക്കറി ഇടാം. പക്ഷേ വെണ്ടക്ക പോലത്തെ ആ വഴുവഴുപ്പ് ഉണ്ടാകുന്ന പച്ചക്കറിയില്ലേ, വഴുതിരിങ്ങ, വെണ്ടക്ക അങ്ങനെയുള്ളത് ഇടാതിരിക്കുന്നതെന്നല്ല. ഇപ്പോൾ ഒരു കട്ടി കൂടിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഒരു കാണാൻ ഭംഗിയും ഉണ്ടാവില്ല. അങ്ങനെ നമ്മളിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, സവോള ഇതെല്ലാം ഒന്നിച്ചായിട്ട് ഇതിട്ടാൽ പിന്നെ കുക്കർ അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു വിസിൽ അടിക്കുന്നതിന് മുമ്പേ ഓഫാക്കാം. പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ റെഡിയാക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നന്ന് വെന്ത് പോയാൽ ഒരു ഉടഞ്ഞ മാതിരിയാവും, കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വേവിനാവശ്യമായത് എങ്ങനെയെന്ന് വിസിൽ അടിക്കുന്നവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫസ്റ്റ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലാണെന്നല്ലോ. ഫസ്റ്റ് ക്യാരറ്റ് ഇട്ട് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും മറ്റു പച്ചക്കറിയും ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഫസ്റ്റേ വേവിച്ചതാണ് കേട്ടോ. നമുക്ക് അരപ്പ് അതിനാവശ്യമായ ഈ എന്താണെന്ന് പറയല്, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, നല്ല ജീരകം ഇതെല്ലാം ഇട്ട് അരഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ പച്ചമുളക് ഫസ്റ്റേ എരിവിനാവശ്യമായത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാ മുളക് പൊടി ഇടുന്നില്ല വെജിറ്റബിൾ കുറുമക്ക്, ഇതിടൂലല്ലോ, എല്ലാവർക്കും അറിയാലോ. പച്ചമുളകും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ തേങ്ങയിൽ ജീരകം, മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് അരച്ച് നന്നായി അരഞ്ഞതിന് ശേഷം അതിൽ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വെന്ത വെജിറ്റബിൾ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ചതിന് ശേഷം ഒരു പാനിൽ ഈ വെളിച്ചെണ്ണയും കടുക്കും വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് വറുത്തിട്ട് കറിയിൽ ഒഴിക്കാം. നമ്മൾ അടിപൊളി ഈ വെജിറ്റബിൾ കുറുമ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത്. പിന്നെ ദോശയ്ക്ക് ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയെങ്കിലും പിന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. വെജിറ്റബിൾ കുറുമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ദോശയാണ്.
എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പച്ചരിയില്ലേ ദോശ റൈസ്, ആ ദോശ റൈസിൽ പിന്നെ അരക്കപ്പ് ചോറും 1 കപ്പ് തേങ്ങയിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ അടച്ച് വെക്കാം. നന്നായി അരക്കണേ. അരച്ചതിന് ശേഷമാണ് നമ്മൾ ഇതാക്കുന്നത്. പിന്നെ ഈ വെള്ളം കണക്കായിട്ട് ഒഴിക്കണം. നമ്മളിവിടെ 2 കപ്പ് അരിക്ക് ഇവിടെ 1 കപ്പ് അരിയെ വെള്ളമേ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ വെള്ളം കണക്കായിട്ട് ഒഴിച്ചിട്ട് നന്നായി കട്ടിയാവാനും പാടില്ല, എന്നല്ലെങ്കിൽ നന്നായി ലൂസാവാനും പാടില്ല. അങ്ങനെ നന്നായി അരച്ചിട്ട് ഈസ്റ്റ് ഇടുന്നുണ്ട്. ഈസ്റ്റ് പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അരക്കുന്നത് കേട്ടോ. അങ്ങനെ അരച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം, അടച്ച് വെക്കാം. അതുപോലെ തന്നെ കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ, എന്നാൽ കൂടുതൽ കട്ടി വേണ്ട, ഇഡ്ഡലീൻ്റെ മാവില്ലേ അതിൻ്റെ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഈസ്റ്റും പഞ്ചസാര കൂടിപ്പോകാൻ പാടില്ലേ, കറി ഒഴിച്ച് കഴിക്കുന്നതായതുകൊണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ അരി അരച്ച് വെച്ച് നല്ല ദോശ ഉണ്ടാക്കി. 1 കപ്പ് വെള്ളം എടുത്തിട്ട് എനിക്ക് ഇത്ര ബാക്കിയുണ്ട് കേട്ടോ. ഫുള്ള് വെള്ളവും ചിലവായിട്ടില്ല. ഇത് കണ്ട, ഇതുപോലെ ഒന്ന് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നമ്മളെ സമയത്തിനനുസരിച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ചോറ്, നല്ല തേങ്ങ അരച്ച ഫിഷ് കറി, ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഉമ്മൻ്റെ സ്പെഷ്യൽ ഫിഷ് കറി കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞു. ഇത് ഫ്രൈഡേന്ന് കേട്ടോ. ഫ്രൈഡേ നമ്മൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ബിരിയാണി ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, സൗദിയിൽ നിന്ന് ചെയ്തേ. ഇപ്പം നമ്മൾ നാടൻ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇത് ഫ്രൈഡേ നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ നാടൻ ചെമ്മീൻ ബിരിയാണി നമ്മൾ സാധാരണ ഞാൻ ഉണ്ടാക്കാനായിട്ട് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് സൗദിയിൽ നിന്ന്. ഇത് നമ്മളെ നാടൻ ചെമ്മീൻ ബിരിയാണി ഉമ്മയും അനിയത്തിയും ഞാനും എല്ലാം കൂടി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. ചെമ്മീൻ നമ്മളെല്ലാവരും കൂടി സാധാരണ പോലെ തന്നെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ നടുക്കേത്ത ആ സാധനം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ്റെ നടുക്കൊന്ന് കത്തി കൊണ്ട് വരഞ്ഞാൽ മതി. എന്നിട്ട് നന്നായി കഴിക്കാൻ മതി, വരച്ച് കഴിക്കാൻ മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അന്നേരം തന്നെ വൃത്തിയാവും. അല്ലാണ്ട് അത് വലിക്കാൻ നിന്ന് നമുക്കൊരു ഞെട്ടക്കെടുവാന്ന് പിന്നെ സമയവും കുറേ പോകുമല്ലോ. ഇങ്ങനെ നമ്മൾ അത് വൃത്തിയാക്കി നന്നായി കഴുകിയാൽ മതി, അന്നേരം തന്നെ അത് വൃത്തിയായി കിട്ടും. അങ്ങനെ ചെമ്മീനിൽ എന്താക്കി നമ്മൾ മുളക് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ മതി, അന്നേരം നല്ലൊരു കളർ കിട്ടും. ഉപ്പ്, മുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല എല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഫ്രൈ ചെയ്തു. അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ സവോള, തക്കാളി, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതന്നെയല്ല ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സവോള, തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക്ക്, ചില്ലി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് വന്നതിന് ശേഷം നമ്മൾ നന്നായി ഫ്രൈ ആയ ഈ ചെമ്മീൻ നമുക്ക് ഇതിലിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും നമ്മൾ ഈ സവോള വഴറ്റിയില്ലേ അതിലിട്ട് കൊടുക്കാം. അങ്ങനെ മസാല റെഡിയായതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കേണ്ടത് നമുക്ക് വിശദമായി പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ബിരിയാണിക്ക് വേണ്ടി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാം. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിരിയാണിക്കായ ഫസ്റ്റ് കുറച്ച് വെള്ളം കുറച്ചിട്ടും പിന്നെ വേവ് കുറച്ചിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഈ മസാലയിൽ എന്ത് മസാല ആക്കുന്ന ആ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ദമ്മ് ഇട്ട് വേവിക്കേണ്ടതായതുകൊണ്ട് ഫസ്റ്റ് കുറച്ച് വേവ് കുറച്ചെടുത്താൽ മതി. അങ്ങനെ പിന്നെ അനിയത്തി എന്താ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മസാല ഫസ്റ്റ് എല്ലാ ചോറിലും മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പുതിയാപ്പിള പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. എന്നാലാണെങ്കിൽ മസാല എല്ലാവർക്കും എല്ലാ ചോറിന് ഫുള്ളാവും വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടെ. പിന്നെ അതിന് ശേഷം പകുതി ചോറെടുത്തിട്ട് അതിൽ ഫുൾ മസാല ഇട്ട് കൊടുത്ത് ബാക്കി ചോറ് അതിൽ ഫില്ല് ചെയ്ത്
പിന്നെ കറിവേപ്പില, മല്ലിയില എല്ലാം ഇട്ടിട്ട് നന്നായി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. നിങ്ങളിങ്ങനെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. അടിപൊളി, നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.